ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണ് എന്ന അമ്മച്ചിക്കറിയാം. ഇന്ന് നമ്മൾക്കൊരു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു സാദൃശ്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അത് പഠിക്കുന്ന ഒരു വീട്ടുടയനെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഈ പറയുന്ന വാക്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ വാക്യം പഠിച്ചാൽ അത് നമ്മുടെ ഭാവി ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമാകും. നമ്മൾ പ്രയാസത്തിൽ കൂടെ ബുദ്ധിമുട്ടുകളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വാക്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതുകൊണ്ട് അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം വാക്യം പഠിക്കുന്നതിൽ ഒട്ടും മടി വിചാരിക്കാതെ വാക്യം പഠിക്കണം. അത് നമ്മുടെ ജീവിതത്തിന് വേണ്ടി നല്ലതാണ്. അത് നമുക്ക് വാക്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനം വർദ്ധിക്കുന്നതാണ്. നമുക്ക് വാക്യം പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഈ പിമ്പന്മാർ 1 മണിനേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. ഈസിയാണ് ഈ വാക്യം പഠിക്കാനായിട്ട്. ഓർത്താൽ മതി. പിമ്പന്മാർ പറയുന്ന ഒരു കാര്യമായിട്ടാണ്. അവർ പറയുകയാണ് 1 മണിനേരം മാത്രം ഈ പിമ്പന്മാർ ജോലി ചെയ്തു. എന്നാൽ മുമ്പന്മാരായ ഞങ്ങൾ രാവിലെ മുതൽ മുഴുവൻ ജോലി ചെയ്യുകയാണ്. എന്നിട്ട് ഞങ്ങളെ മുമ്പന്മാരെ നീ ഒരുപോലെ ആക്കിയല്ലോ എന്ന് പറയുകയാണ്. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 20-ന്റെ 12-ാം വാക്യം. ഈ പിമ്പന്മാർ 1 മണിനേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സ്വർഗരാജ്യം ഒരു വലിയ മുന്തിരിത്തോട്ടത്തിലെ ഉടയവനോട് സദൃശ്യമാണ്. അവൻ രാവിലെ പുറപ്പെട്ട് വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോൾ രാവിലെ പറഞ്ഞു വിട്ടവർ ബാർഗെയിൻ ചെയ്തു. ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. അപ്പോൾ ഈ വേലക്കാർ പറഞ്ഞതാണ് ഞങ്ങൾക്കൊരു വെള്ളിക്കാശ് തരണമെന്ന്. അതങ്ങ് സമ്മതിച്ചു. വീട്ടുടയവൻ അവരെ ജോലിക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് 3-ാം മണി നേരത്ത് അദ്ദേഹം പുറപ്പെട്ട് പോയപ്പോൾ ജോലിക്കാരുണ്ടോ എന്ന് നോക്കാൻ പോയതായിരിക്കും. അങ്ങനെ പോയപ്പോൾ കുറേ പേര് അവിടെ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവിനെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒന്നും മിണ്ടിയില്ല. അവർ വേഗം ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി അവിടെ വേല ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ഈ എപ്പോഴും ഈ വീട്ടുടയവൻ വേലക്കാരെ അന്വേഷിക്കുകയാണ്. വേലക്കാരെ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ കുറേ പേര് മിനക്കെട്ട് നിൽക്കുന്നുണ്ട്. അവരോടും പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞ് അവരെയും അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതിനുശേഷം 11-ാം മണി നേരത്ത് അവൻ ചെന്നു കഴിഞ്ഞപ്പോൾ മറ്റ് ചിലർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പകൽ മുഴുവനും മിനക്കെട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു. മടി കാരണമാണോ അതോ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഈ വീട്ടുടയൻ പറഞ്ഞു, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിനെന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് പറഞ്ഞു, വേലക്കാരെ വിളിച്ച് അവർക്ക് കൂലി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്നപ്പോൾ അവർക്ക് ഓരോ വെള്ളിക്കാശ് കിട്ടി. അവർക്ക് എന്ത് സന്തോഷമായിരുന്നു കാണും. അവർ സന്തോഷത്തോടെ ആനന്ദത്തോടെ അവർ അത് മേടിച്ച് മുമ്പോട്ട് പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഓരോ വെള്ളിക്കാശും കിട്ടി. അപ്പോൾ നോക്കിയപ്പോൾ മുമ്പന്മാർ ആദ്യം പുലർച്ചയ്ക്ക് ജോലിക്ക് വന്നവർ മനസ്സ് വിചാരിച്ചു ഞങ്ങൾക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അവർ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു. അവർക്കും ഒരു വെള്ളിക്കാശ് കിട്ടിയുള്ളൂ. കാരണം എന്താ? അവർ പറഞ്ഞൊത്തിട്ടാണ്, അവർ ബാർഗെയിൻ ചെയ്തൊക്കെ പറഞ്ഞൊത്തിട്ടാണ് ജോലിക്ക് പോയത്. അപ്പോൾ അവർക്കൊന്നേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഒരു വെള്ളിക്കാശ് കിട്ടിയപ്പോൾ അവർ ഈ വീട്ടുടയവൻ്റെ നേരെ അങ്ങ് പിറുപിറുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പിമ്പന്മാർ 1 മണിനേരം മാത്രമാണല്ലോ ചെയ്തോളൂ. ഞങ്ങൾ ഈ പകലത്തെ ഭാരവും വെയിലും ഒക്കെ സഹിച്ചിട്ട് ഞങ്ങൾക്കും അത്രമാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരിൽ ഒരുത്തനോട് അവൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായമൊന്നും ചെയ്തില്ല. നീ ഒരു വെള്ളിക്കാശ് പറഞ്ഞാണ് ജോലിക്ക് വന്നത്. ഒരു വെള്ളിക്കാശ് നിനക്ക് തന്നു. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കാൻ എൻ്റെ പണം കൊണ്ട് ഞാൻ തീരുമാനിച്ചോളാം. അതിന് നിനക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു.
അവിടെ നമുക്കൊരു കാര്യം പറയാൻ എനിക്കുള്ളതിനെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പിമ്പന്മാർ മുമ്പന്മാരും പിമ്പന്മാരും ആകും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അവർ പിറുവിറുത്ത വീട്ടുടയവനോട് പറഞ്ഞപ്പോൾ വീട്ടുടയവൻ പറയുന്ന വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 20:12 വാക്യം. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. ഇതിൽ അനേക ഗുണപാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായി, നാം ദൈവത്തോട് വിലപേശാൻ ബാർഗെയിൻ ചെയ്യാൻ പാടില്ല. അവർ ഒരു പണം പറഞ്ഞു ഒത്തിട്ടാണ് അവർ ജോലിക്ക് പോയത്. അവർ വിലപേശിയിട്ടാണ് പോയത്. നാം ദൈവത്തോട് വിലപേശാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട്, നാം ദൈവത്തോട് പിറുപിറുക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ സർവശക്തനാണ്, സർവ്വദൈവമാണ്, അവനെല്ലാം അറിയുന്നവനാണ്. അവൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരിക്കലും പിറുപിറുക്കുവാനോ കുറ്റം പറയുവാനോ പാടില്ല എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട്, നാം നിഗളമുള്ളവരാകാൻ പാടില്ല. ആദ്യം വന്നവർക്ക് ജോലി കിട്ടി. അപ്പോൾ ആ മനസ്സിലൊരു നിഗളമുണ്ട്. അപ്പോൾ കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു. നാളെ അവരെ ആരും വിളിക്കാതെ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ നിഗളം അവരുടെ ഹൃദയത്തിൽ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമതായിട്ട്, നമ്മുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുക. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റും. 11-ാം മണി നേരത്ത് വന്നവരും അവർക്ക് അവരുടെ ആവശ്യങ്ങൾ ദൈവം നടത്തി കൊടുത്തു എന്ന് കാണാനായിട്ട് സാധിക്കും. അഞ്ചാമതായിട്ട്, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നമ്മെ ഉപയോഗിക്കും. നാം ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. 11-ാം മണി നേരം വരെ അവർ ക്ഷമയോടെ കാത്തിരുന്നത് മുഖാന്തരമായിട്ട് അവർക്കും ഒരു വെള്ളിക്കാശ് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തയോടുകൂടി ചെയ്താൽ ദൈവം നമ്മൾക്കതിൻ്റെ പ്രതിഫലം തരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്കെന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ദൈവം എപ്പോൾ വിളിച്ചാലും ആ വിളിക്കുമ്പോൾ മുതൽ വിശ്വസ്തയോടുകൂടി ഞങ്ങൾ അധ്വാനിക്കുന്നവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ പിറുപിറുപ്പ് കൂടാതെ കർത്താവെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കാൻ, കർത്താവിൽ മാത്രം ആശ്രയിക്കുന്നവരും വിശ്വസിക്കുന്നവരുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. പരീക്ഷകളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നല്ലവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേക്ക് പ്രിയരായിട്ട് ജീവിച്ച് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മവിനയമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ ബെല്ലൈക്കണിൽ കൈ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഇത് ചെയ്താൽ, ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ ആൻറ്റി എപ്പോഴൊക്കെ ഇടുവോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.